പേര് അസ്ര ഫാത്തിമ. എൻ്റെ പേര് ഐറ ഫാത്തിമ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്വീറ്റാണ്, അത് അറേബ്യൻ സ്വീറ്റാണ്. അതെന്താണെന്നറിയോ? ലുക്കൈമാത്താണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇളം ചൂടുള്ള വെള്ളം ആവശ്യത്തിന്, 1 ടേബിൾ സ്പൂൺ തൈര്, 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ലുക്കൈമത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ. ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലോർ, പിന്നെ തൈര്, പിന്നെ ഉപ്പ്, പിന്നെ പഞ്ചസാര, പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഹെൽപ്പ് ചെയ്യാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചേക്കാം. മതി 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 മതി. അപ്പം ഞാനിതാ സ്പൂണായിട്ട് ഇതൊക്കെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാ ഇതുമാതിരി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൈയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കൈയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കിത് കൈയായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിണങ്ങിപ്പോയി ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കൈയായിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഉടച്ചെടുത്തിട്ടില്ല. ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ മൂടി വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കി വെക്കാം. അതാ മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിക്ക് ഞങ്ങൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് വെള്ളത്തിലൊന്ന് കൈയൊന്ന് മുക്കിയിട്ട് ഇതെടുക്കാം. ഇതുമാതിരി ബോൾസായിട്ട് എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എൻ്റെ ഉമ്മച്ചിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. കൈ പൊള്ളണ്ട ജസ്റ്റ് ഉമ്മച്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാതിരി എല്ലാതും ഇങ്ങനെ ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ഞങ്ങളെല്ലാം ചെറിയ ചെറിയ ബോൾസായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് ഞങ്ങൾ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് സെസമി സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത പരിപാടി എന്താ? ടേസ്റ്റിംഗ് ടൈം. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം.
സൂപ്പറായിട്ടുണ്ട്. നിങ്ങളൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാ. ഇഷ്ടായോ? എങ്ങനെയുണ്ട്? സൂപ്പർ. സൂപ്പർ. അപ്പൊ ഇതുവരെയായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you for watching. മൊത്തം തീറ്റ.